ശാരീരിക ആഘാതം നമ്മളൊക്കെ ശ്രദ്ധിക്കും, കാരണം അതൊക്കെ കാണാം. എന്നാൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചില നിർദോഷമായ കാര്യങ്ങൾ ഒരു മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആഘാതം, മാനസികമായിരിക്കുന്ന ആഘാതം. നമ്മളെപ്പോഴാണ് നല്ല ശമരിയാക്കാരാവുന്നത്? ശരീരത്തിൽ എണ്ണയും ശരീരത്തിലെ മുറിവിൽ വീഞ്ഞും പുരട്ടുമ്പോൾ മാത്രമല്ല, ഒരു വ്യക്തിയുടെ മനസ്സിന് എന്തൊക്കെ ആഘാതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, എൻ്റെ അയൽപ്പക്കത്തുള്ള എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, ഇവരുടെയൊക്കെ ട്രോമ എന്താണ്? ഏതെങ്കിലും ഒരു കാലത്തെ വേദനയെക്കുറിച്ചുള്ള ഓർമ്മ ഇപ്പോഴും അവരെ വേദനിപ്പിക്കുന്നുണ്ടോ? ശാന്തമായി നമുക്ക് പരിശോധിക്കാം. എൻ്റെ കർത്താവേ, പലരുടെയും മാനസിക ആഘാതത്തെ ഞാൻ ഒട്ടും ഗൗരവമായി എടുത്തില്ലല്ലോ.